ഹായ്. അപ്പോൾ ഇന്നത്തെ ബ്രിട്ടീഷ് ഭരണം ആരാന്നല്ലേ? കാനിങ് തന്നെ. കഴിഞ്ഞ ദിവസം ഞാൻ കാനിങ്ങിനെ കുറിച്ച് പറയാം എന്ന് പറഞ്ഞല്ലേ നിർത്തിയത്. അപ്പോൾ കാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കാനിങ്ങിൻ്റെ കാലഘട്ടത്തിനെ നമുക്ക് രണ്ട് ആയിട്ട് തിരിക്കാം അല്ലേ? രണ്ട് ഭാഗങ്ങളായി തിരിക്കാമല്ലോ. ഒന്ന് 1856 മുതൽ 58 വരെയുള്ള കാലഘട്ടം. അത് കാനിങ് ഗവർണർ ജനറൽ ആയിരുന്ന കാലഘട്ടം. 1858 മുതൽ 1862 വരെ കാനിങ് വൈസ്രോയി ആയിരുന്ന കാലഘട്ടം. അപ്പോൾ 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നല്ലോ കാനിങ്. അപ്പോൾ അത് കഴിഞ്ഞ് 58 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വരുന്നു. രാജ്ഞിയുടെ വിളംബരത്തോടുകൂടി കാനിങ് വൈസ്രോയി ആയി മാറി. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് കാനിങ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആണ് കാനിങ് എന്ന് പറയാം. അപ്പോൾ കാനിങ് വൈസ്രോയി ആയി. വൈസ്രോയി ആയി കഴിഞ്ഞപ്പോൾ 1857 വിപ്ലവത്തിന് ഒരു പ്രധാന കാരണമായി തീർന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ദത്താവകാശ നിരോധന നയം. അതങ്ങ് റദ്ദ് ചെയ്തു. അപ്പോൾ രാജ്ഞിയുടെ വിളംബരത്തിൽ തന്നെ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദത്താവകാശ നിരോധനം റദ്ദു ചെയ്ത വൈസ്രോയി ആര് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനിങ് ആണ്. എന്തായാലും ആ വിപ്ലവമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 1857 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ 3 യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു കാനിങ്. 1857 കൊൽക്കത്തയിലും മുംബൈയിലും മദ്രാസിലും ഓരോ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ച ഗവർണർ ജനറൽ എന്ന് പറയുന്ന ആരാണ്? കാനിങ് പ്രഭുവാണ്. കാരണം അപ്പോഴദ്ദേഹം ഗവർണർ ജനറലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ദെൻ അതിനുശേഷം കാനിങ്ങിനെ കുറിച്ച് പറയാവുന്ന കാര്യങ്ങൾ 1858 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻകം ടാക്സ് വരുമാന നികുതി ഏർപ്പെടുത്തിയ ഭരണാധികാരി കാനിങ് പ്രഭുവാണ്. ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയ ഭരണാധികാരി. ഇനി അദ്ദേഹത്തിന്റെ കാലത്ത് വേറെയും ചില കലാപങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ കാലത്താണ് 1860 ആ ഇൻഡിഗോ റിവോൾട്ട് ഉണ്ടായത്. അതുപോലെ 1861 ബ്രിട്ടീഷുകാരായ പട്ടാളക്കാർ നടത്തിയൊരു വൈറ്റ് മ്യൂട്ടണി, വെള്ളപ്പട്ടാളക്കാർ നടത്തിയ കലാപം. അപ്പോൾ കലാപങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു കാനിങ്ങിന്റെ അല്ലേ? വൈറ്റ് മ്യൂട്ടണി, ഇൻഡിഗോ റിവോൾട്ട്, 1857 വിപ്ലവം ഒക്കെ കാനിങ്ങിന്റെ കാലത്താണ്. ഇനി അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബജറ്റ് അവതരിപ്പിക്കുന്ന കാനിങ്ങിന്റെ കാലത്താണ്. 1860 ഏപ്രിൽ 7 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബജറ്റ് അവതരിപ്പിക്കുന്നത് കാനിങ്ങിന്റെ ഭരണകാലത്താണ്. പിന്നെ കാനിങ്ങാണ് 1860 ഇന്ത്യൻ പീനൽ കോഡ് കൊണ്ടുവന്ന വൈസ്രോയി. ഇന്ത്യൻ പീനൽ കോഡ് തയ്യാറാക്കിയത് മെക്കാളെയാണ്, ലോർഡ് മെക്കാളെ പ്രഭു. അപ്പോൾ മെക്കാളെയാണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ്. ഫാദർ ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് മെക്കാളെയാണ്. അതുപോലെ 1861 ഇന്ത്യൻ ഹൈക്കോടതി ആക്ട് കൊണ്ടുവന്ന വൈസ്രോയിമാരാണ്. കാനിങ് ആണ്. 1861 ഇന്ത്യൻ ഹൈക്കോടതി ആക്ട് കൊണ്ടുവന്ന വൈസ്രോയി കാനിങ് പ്രഭുവാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കാനിങ്ങിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നത്.